തറാവീഹ് നിസ്കരിക്കാൻ വരുന്ന സമയത്ത് തറാവീഹിനോടൊപ്പം ചേർത്ത് നിസ്കരിക്കാൻ പറ്റുമോ ഏതെങ്കിലും നിസ്കാരം? അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. നിസ്കരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്. പറ്റുന്നത് സുബഹിയെ പറ്റുള്ളൂ. അപ്പൊ കുനൂത്ത് ഓതണ്ടേ? കുനൂത്ത് ഓതണ്ട. അവിടെ നമ്മൾ ചെറിയൊരു ദുആ അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറഞ്ഞാൽ തന്നെ ആ കുനൂത്തിന്റെ വാക്കുകൊണ്ട് വീടുമെന്നാണ്. ഹക്ക് വീടും. പുറമായി ചെല്ലലാണ് വേണ്ടത്. പക്ഷെ ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സുബഹിയുടേതാകുന്ന നിയ്യത്ത് ചെയ്തുകൊണ്ട് ഫർള് നിയ്യത്ത് ചെയ്ത് സുന്നത്തിന് പിന്നിലും തുടരാം, സുന്നത്ത് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഫർളിന്റെ പിന്നിലും തുടരാം. അസല അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുന്നതാണ്. ഖളാ വീട്ടിൽ നിസ്കരിക്കുന്നവന്റെ പിന്നിൽ അദാ ആയി നിസ്കരിക്കുന്നവനും തുടരാം, അദാ ആയി നിസ്കരിക്കുന്നവന്റെ പിന്നിൽ ഖളാ വീട്ടിൽ നിസ്കരിക്കുന്നവനും തുടരാം. അപ്പൊ ഇത് ഖളാ വീട്ടുമാണല്ലോ. അത് ഏതിനോട്? ഒരു തറാവീഹിന് ഇമാമ് നിൽക്കുന്ന വ്യക്തിയോട് ഒരാൾ സുബഹി ഖളാ വീട്ടിൽ നിസ്കരിക്കാൻ. അപ്പൊ അങ്ങനെ നിസ്കരിക്കാൻ ഞാനിത് പറഞ്ഞതിന് ആരൊക്കെ സുബഹിയൊക്കെ ഒരുപാട് പോയിട്ടുള്ള ആളുകളാണ്, സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പൊ ആ നിസ്കാരം നിർവഹിക്കുന്നതിനോടൊപ്പം നിന്റെ മേൽ നിർബന്ധം ഫർളാണ്. അതിനകത്ത് മനസ്താപമൊന്നും വേണ്ട, അതിലൊന്നും ടെൻഷൻ അടിക്കണമെന്നും വേണ്ട. നിന്റെ മേൽ നിർബന്ധമായത് എത്രയും പെട്ടെന്ന് ചെയ്തു വെക്കുക. പക്ഷെ ഈ തറാവീഹിനെ മാത്രമാക്കി റമദാൻ കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒതുങ്ങാൻ പറ്റൂല. അതാണ് ഈ വിഷയം. ആ തറാവി 20 റക്അത്ത് അപ്പൊ എന്തായി, ഒരു 10 സുബഹി അങ്ങ് നിസ്കരിച്ച് തീരുമല്ലോ എന്ന് കരുതിയിട്ട് അത് മാത്രം അങ്ങോട്ട് ഇതാക്കാൻ പറ്റൂല. നിന്റെ ജീവിത ഉപാധികൾ കഴിഞ്ഞതിന് ശേഷം മിച്ചം കിട്ടുന്ന മുഴുവൻ സമയങ്ങളും എത്രയും പെട്ടെന്ന് ഖളാ ഉള്ള നിസ്കാരങ്ങൾ വീട്ടിൽ നിർബന്ധം, എത്രയും വേഗം വീട്ടിക്കണം.